ഇന്ന് നമ്മൾ പ്രധാനമായി 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ ആണ് ധ്യാനിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം കഴിഞ്ഞ് കർത്താവിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ 41-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 39-40 വാക്യങ്ങളുടെ ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. 39-ാം വാക്യം ഒന്ന് വായിക്കാം. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ 39 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം, വളർച്ച എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ സംക്ഷിപ്തമായി ഒരു സമ്മറി നമ്മൾ കാണുന്നത്. കർത്താവ് 12-ാം വയസ്സിൽ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇൻസിഡൻ്റാണ് 41-ാം വാക്യം മുതൽ. അത് കഴിഞ്ഞിട്ട് 30-ാം വയസ്സിൽ പരസ്യ ശുശ്രൂഷ കർത്താവ് അതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നു. കർത്താവ് സ്നാനപ്പെടുന്നതൊക്കെ കാണുന്നു. ഇതിനിടയ്ക്കുള്ള 18 വർഷം എവിടെയായിരുന്നു? അതിനെക്കുറിച്ച് നമുക്ക് 51, 52 വാക്യങ്ങളിലെ സൂചന മാത്രമേ ഉള്ളൂ. അപ്പം സമ്മറൈസ് ചെയ്തുകൊണ്ട് വാട്ട് വാസ് ജീസസ് ഡൂയിങ് ഇൻ ഹിസ് ഇൻഫൻസി, ഇൻ ഹിസ് ബോയ്ഹുഡ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള കുറേ ആലോചനകളാണ് ഈ വേദഭാഗത്ത് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ വിസിറ്റ് 12-ാം വയസ്സിൽ ടെമ്പിളിൽ പോയതും. രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ 39-ാം വാക്യത്തിനും അതിന് മേളിലുള്ള 38-ാം വാക്യത്തിനും ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. 38-ാം വാക്യത്തിൽ നമ്മൾ അന്നായുടെ ഒരു ദൂതാണ് കാണുന്നത്. 39-ൽ അവർ ന്യായപ്രമാണം അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം നസ്രയത്തിൽ പോയി പാർത്തു എന്നത് കാണുന്നു. ഇതിനിടയ്ക്ക് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബർത്ത് നരേറ്റീവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ശിമയോനും അന്നായും ഒക്കെ ആയിട്ട് ടെമ്പിളിൽ വെച്ച് കണ്ടു. എന്നിട്ട് 39-ാം വാക്യത്തിൽ പറയുന്നു നസ്രയത്തിൽ അവർ പോയി. പക്ഷേ മത്തായി 2:1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ അവിടെ വൈസ് മെൻ ഈ കുടുംബത്തെ കാണാൻ വരുന്നതായിട്ട് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ദ മാജായ്. അപ്പോൾ അതാണ് ഈ 38, 39 വാക്യങ്ങളിൽ ഇടയ്ക്ക് നടക്കുന്ന സംഭവം എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രോണോളജിക്കലിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിനുശേഷം മത്തായി 2:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദ ഫാമിലി ഫ്ലെഡ് ടു ഈജിപ്റ്റ്. അവർ മിസ്രൈമിലേക്ക് പോയി. കാരണം ഹെറോദിൻ്റെ ആ കോപത്തെക്കുറിച്ച് അവർക്ക് വാണിംഗ് ഉണ്ടായിട്ട് അവരങ്ങനെ പോയി എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. പിന്നെ മത്തായി 2:16 മുതൽ 18 വരെയുള്ള വചനങ്ങളിലാണ് 2 വയസ്സ് പ്രായമുള്ള 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇതൊക്കെ നടക്കുന്നതും തിരുവെഴുത്തുകളുടെ നിവൃത്തിക്കാണ്. ഹോശയ പ്രവചനം 11:1 പറയുന്നത്, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണെങ്കിലും ദിസ് ഈസ് അപ്ലൈഡ് ടു ജീസസ് ക്രൈസ്റ്റ്. അപ്പം മിസ്രൈമിലേക്ക് പോയതും മിസ്രൈമിൽ നിന്ന് വരുന്നതുമെല്ലാം തിരുവെഴുത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് എന്നാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. 2-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം 2:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഹേരോദാവ് മരിച്ച ശേഷമാണ് ജോസഫും മേരിയും ജീസസും കൂടെ
നസ്രയത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 38 and 39th verse of Luke chapter 2, ആ ഇടയ്ക്ക് നടക്കുന്ന സംഭവം മാത്യു റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ലൂക്ക് അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞാൻ ചേർത്ത് ഈ സ്റ്റോറി, ഈ നരറ്റീവിന് ഒരു പൂർത്തീകരണം വരത്തക്കവണ്ണം നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് അതുകൂടെ ഉൾപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഒരു ടീച്ചിങ് ഫോർമാറ്റ് ആയതുകൊണ്ട് അത് എഴുതുകയും ഫോളോ ഒക്കെ ചെയ്യുന്നവരുള്ളതുകൊണ്ടും ഞാൻ ആ നിലയിൽ ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു ശ്രമം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. 39ാം വാക്യം, കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ജോസഫിനെയും മേരിയെക്കുറിച്ചാണ് പറയുന്നത്. when Joseph and Mary had done everything required, everything. എന്താണ് ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? totally obedient to God. സെക്കറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ഇതേ കാര്യം 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. എക്സെപ്ഷണലായിട്ട് ദൈവത്തെ ഭയപ്പെട്ട ഒരു കുടുംബമാണ്. ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇൻകാർണേറ്റ് ചെയ്യുവാനായി തെരഞ്ഞെടുത്ത വെർജിൻ മേരിയും ജോസഫിൻ്റെയും ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടായിരിക്കണം. ശരിക്കും ദൈവത്തെ ഭയപ്പെട്ട ആളുകളാണ്. ദൈവഭയമുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ എല്ലാ ന്യായപ്രമാണങ്ങളും അവർ അനുസരിച്ചത്. എന്തൊക്കെ അവരനുസരിച്ചു? നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടല്ലോ. 2:21 ആദ്യ ഭാഗം ജീസസിനെ 8-ാം ദിവസം സർക്കംസൈസ് ചെയ്തു. അതിൻ്റെ 2-ാം ഭാഗം അന്നേ ദിവസം തന്നെ ജീസസ് എന്ന പേര് കൊടുത്തു. അവർക്കറിയാം ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനോ. വി ഡോണ്ട് നീഡ് ടു, അതുപോലൊന്നും നമ്മളിപ്പോൾ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുടുംബമല്ല. സ്പിരിച്വൽ കാര്യങ്ങൾ അവർ വളരെ ഗൗരവമായി എടുത്തതാണ്. മാതാപിതാക്കളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, have you taken spiritual things as very important? ഒഴിച്ചുകൂടാൻ കഴിയാത്തതായി നിങ്ങൾ എടുക്കുന്നുണ്ടോ? എന്നിട്ട് 2:22 they obeyed the purification rites prescribed in the law. ശുദ്ധീകരണത്തിനുള്ള നിയമപ്രകാരം അവർ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. 2:23 കർത്താവായ യേശുക്രിസ്തുവിനെ ഫസ്റ്റ് ബോണായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ന്യായപ്രമാണ നിയമം അനുസരിച്ച് അവർ ചെയ്യുകയാണ്. അവരൊന്നും ലാഘവമായി എടുക്കുന്നില്ല. 39ാം വാക്യം, ആ ഒരു വാക്യത്തിൽ നിന്ന് ഈ മേരിയും ജോസഫിനെ കുറിച്ചും ഇറ്റ് സ്പീക്സ് വോളിയൂംസ് അബൌട്ട് ദം. അവര് തിരുവെഴുത്തിലെ കാര്യങ്ങൾ അനുസരിക്കുന്നവരായതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്കറിയാം, രാജ്യത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കുന്നവരായിരുന്നു. ഒരു സെൻസസ് ഉണ്ടായപ്പോൾ അതൊരു ലാഘവമാണ്. നോട്ട് ലൈക്ക് ദാറ്റ്. ജോസഫ് വെന്റ് വിത്ത് മേരി ടു ബെത്ലഹേം. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ ഞാൻ വളരെ സ്ലോ ആയിട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഐ വോണ്ട് us ടു വർഷിപ്പ് ക്രൈസ്റ്റ് ദിസ് മോർണിംഗ്. ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ ആരാധനയായി മാറണം. ഇൻഫാക്റ്റ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതുമെല്ലാം ഈ വചന ശുശ്രൂഷയിലാണ്. പാട്ട് പാടുമ്പോൾ I am very comfortable to worship the Lord, but I am equally comfortable in worshiping Christ when I preach God's word. ഇതുപോലെ അനുസരിക്കുന്ന ഒരു കുടുംബം, ദൈവവചനം അനുസരിക്കുന്ന ഒരു കുടുംബം
നമ്മൾ കണ്ടതാണ് 2-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വേദഭാഗത്തിൽ അവരാലയത്തിൽ പോകുന്നത് ദൈവവചനം അനുസരിക്കാൻ ചില ക്രിയകൾ അവിടെ ചെയ്യാൻ വേണ്ടിയാണ്. അവരാലയത്തിൽ പോയത് വചനം അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അവരാലയത്തിൽ പോയത് വേറെ ഒരു കാര്യത്തിനല്ല. അങ്ങനെയുള്ളവരെ God will meet them. God will meet them. അവരോടുള്ള വ്യക്തിപരമായ ആലോചനയും ദൈവം ആലയത്തിൽ കൊടുത്തു. അവരാലയത്തിൽ പോയത് മഹാപുരോഹിതനെ വിമർശിക്കാനല്ല. അവരാലയത്തിൽ പോയത് അവിടെ ഗ്യാങ് പിടിച്ച് പാരവെക്കാനല്ല. അവരാലയത്തിൽ പോയത് they want to obey everything that is written in the law. അങ്ങനെയുള്ളവർക്ക് ആലയത്തിനകത്ത് ഒരാലോചനയുണ്ട്. അവരവിടെ പ്രവാചകനെ അന്വേഷിച്ചൊന്നും പോയതല്ല. അവർക്ക് വേറെ പ്രവാചകനെ അന്വേഷിച്ച് പോകേണ്ട കാര്യവുമില്ല. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ആലയത്തിനകത്ത് ഒരു ദൂതുണ്ട്. ശിമയോനും അന്നയും അറിയപ്പെടാത്ത ആളുകളായിരിക്കാം, വലിയ നിലയിൽ ഹൈ പ്രൊഫൈൽ ആളുകളല്ലായിരിക്കാം. പക്ഷെ ആലയത്തിൽ ചെന്നപ്പോൾ അവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് ഈ കുടുംബത്തോട് വളരെ വ്യക്തിപരമായി സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെയുള്ള ജനത്തോട് എനിക്ക് പറയാനുള്ളത്, when you come in obedience to God and His word, സഭായോഗത്തിന് നിങ്ങൾ കടന്നു വരുമ്പോൾ സഭായോഗത്തെ അലക്ഷ്യമായി ചിന്തിക്കാതെ കുടുംബമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നാൽ ഈ ആലയത്തിനകത്ത് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് ഉണ്ട്. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തിപരമായി നിങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ആളുകൾ ക്യാൻവാസ് ചെയ്യുമ്പോഴും ആളുകളുടെ വേണ്ടാധീനത്തിനും നിങ്ങളുടെ ചെവി കൊടുക്കാതെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഭക്തിയോടെ നിൽക്കും, വിശുദ്ധിയിൽ നിൽക്കും, ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കണം, ഞങ്ങൾക്ക് ദൈവവുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആലയത്തിൽ വരണം. ദൈവം നിങ്ങളെ നിരാശയോടെ വിടത്തില്ല. ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രധാന ശുശ്രൂഷകന്റെ വചന ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരാലോചന ഉണ്ടായിരിക്കും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പോകുന്നതിന് മുൻപ് ഇവിടെ അറിയപ്പെടാത്ത ഒരു സഹോദരിയോ സഹോദരനോ ആ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ വായ തുറന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരിക്കും. പക്ഷെ അവരെ കണ്ടുപിടിക്കണം. അവർ വന്നത് എന്തിനാ? They came to obey God. അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കും. മറിച്ചും പറയാം, അങ്ങനെയുള്ള ഒരു കുടുംബം ദൈവാലോചന കേൾക്ക മാത്രമല്ല, അവരും ചിലർക്ക് ഒരാശ്വാസമായി മാറും. ശിമയോൻ എന്തൊരാശ്വാസമായി? നാഥ, സമാധാനത്തോടെ എന്നെ അയക്കുക. I have seen the salvation that you have prepared. See how things are. But there are some who come, they receive nothing, they give nothing. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. That's not the way it works. ഈ കുടുംബം ministered to this elderly person, Simeon. All his life he had been waiting to see the Messiah. He was moved by the Spirit. അങ്ങനെയുള്ളവർക്ക് this family ministered. നോട്ടുകൾ എഴുതിയെടുത്തോ? ഇതൊക്കെ നല്ലതാണ്.
ദൂതൊപ്പിയെടുത്ത് ഹൃദയത്തിൽ അത് സൂക്ഷിച്ചാലുണ്ടല്ലോ, അവിടെയാണ് വിടുതൽ സംഭവിക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ് ടു റൈറ്റ് ഡൗൺ നോട്ട്സ് ആൻഡ് ദെൻ ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. പേപ്പറിൽ എഴുതിയാൽ പിന്നീട് നോക്കാൻ കഴിയും, ചിലപ്പോൾ നോക്കത്തില്ലായിരിക്കും. ഹൃദയത്തിൻ്റെ പലകയിൽ, ഹൃദയത്തിൻ്റെ അകത്ത് ആത്മാവിനാൽ ഈ വചനം വന്ന് വീണാലുണ്ടല്ലോ, ഏത് യോഗത്തിന് കടന്നു വരുന്നവരും ഞാൻ എന്തിനാണ് പോകുന്നത് ആറ്റിറ്റ്യൂഡിലായിരിക്കും വരുന്നത്. ആൻഡ് ഗോഡ് വിൽ മിനിസ്റ്റർ ടു യു. നിന്നെ വെറും കൈയായി ദൈവം അയക്കത്തില്ല. ഇന്ന് പകലും ഈ വചനത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, വന്ന ആരെയും ദൈവം വെറും കൈയായിട്ട് വിടത്തില്ല. അവിടുത്തെ ആലോചനയാൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തോട്, നിന്നോട്, നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ഒരു ആലോചന പറഞ്ഞു വിടുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തിന് മനസ്സുണ്ട്. ദൈവം നിന്നോട് പറയും. ഹല്ലേലൂയ. ഒരു മെസ്സേജ് കേൾക്കാനല്ല, പ്രസംഗമോ വേദശാസ്ത്രത്തിൻ്റെ വലിയ കാര്യങ്ങളൊന്ന് പഠിക്കാം. ദാറ്റ് ഈസ് ഫൈൻ. But don't miss the prophecy. Don't miss what God wants to talk to you personally. Having obeyed the law in everything, Mary and Joseph returned to Nazareth. എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ വിദ്വാൻമാരൊക്കെ കടന്നു വന്ന ശേഷം പിന്നീടാണ് നസ്രത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടെ പറയാം. നസ്രത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം കർത്താവിൻ്റെ ഒഫീഷ്യൽ മിനിസ്ട്രി തുടങ്ങുന്നിടം വരെ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹിസ് ഹോം. നിസ്സാരമായിട്ട് അതിനെ കാണരുത്. യോഹന്നാൻ്റെ സുവിശേഷം 1:46 നസ്രത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? നസ്രത്തിൽ നിന്ന് വല്ല നന്മയും അത്ര അവഗണിക്കപ്പെട്ട സ്ഥലത്താണ് മൈ മാസ്റ്റർ ഗ്രൂ എന്ന് മാത്രമോ, ഹി വാസ് കോൾഡ് ജീസസ് ഓഫ് നാസറത്ത്. തന്നെ അനുഗമിച്ചവരെ വിളിച്ചതെന്താ? നാസറീൻസ്. അത്രമാത്രം യേശു നിമിത്തം ആ അവഗണിക്കപ്പെട്ട ആ ഗ്രാമം ഇറ്റ് ബിക്കെയിം സോ ഫേമസ്. മാത്രമോ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പോളിനൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ജീസസ് പറഞ്ഞെന്തെന്നറിയാമോ? നിന്നോട് സംസാരിക്കുന്നത് ജീസസ് ഓഫ് നാസറത്ത്. സ്വർഗത്തിൽ നിന്നും പറയാനുള്ളത് ജീസസ് ഓഫ് നാസറത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഗ്രാമം, നിങ്ങളുടെ പട്ടണം ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹിക്കപ്പെടണം. നാടറിയണം. ഹല്ലേലൂയ. They returned to Nazareth എന്നുള്ള ആ വാക്കാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നത്. എല്ലാ കാര്യവും കർത്താവിൻ്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി നോക്കിയാൽ എവ്രിതിങ്, ഓരോ കാര്യവും അപ്പോയിൻറ്റഡ് ടൈമിലും പ്രവചന നിവൃത്തിക്കുമാണ്. ഇറ്റ് അമേസസ് മീ. ടോട്ടാലിറ്റിയിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, 33.5 ഇൻകാർണേറ്റഡ് ലൈഫിൽ ജീസസ് ചെയ്ത സകല കാര്യങ്ങളും പിതാവിൻ്റെ ടൈം ടേബിളിലാണ്. എന്താ അതിനകത്തൊരു ദൂത് ഉൾക്കൊള്ളേണ്ടത്? ജീസസ് കാനഡയിൽ പോയില്ല, അമേരിക്കയിൽ പോയില്ല, ന്യൂസിലൻഡിൽ പോയില്ല, ഓസ്ട്രേലിയയിൽ പോയില്ല, എങ്ങും പോയില്ല. ജസ്റ്റ് പാലസ്റ്റൈൻ, ഒരു ചെറിയ രാജ്യം. 33.5 ഇയേഴ്സിൽ 3.5 ഇയേഴ്സാണ് പബ്ലിക് മിനിസ്ട്രി അല്ലേ? പിതാവിൻ്റെ സ്കെഡ്യൂളിൽ താഴ്മയോടെ നിന്നാൽ ലോകത്തിലെങ്ങും പോയില്ലെങ്കിലും ആ 3.5 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് ആ ഇമ്പാക്റ്റ് 2000 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓളമടിച്ചുകൊണ്ടിരിക്കുക.
ഒരുപാട് ശുശ്രൂഷകർക്ക് പറ്റിയത്, ദേ തിങ്ക് ദാറ്റ് ട്രാവലിംഗ് ഓൾ ഓവർ ദ വേൾഡ്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ദൈവം അയച്ചു പോകുന്നവർക്കായി സ്തോത്രം. അങ്ങനെ കുറേ ഫേമസ് ആയതുകൊണ്ട് ഏതാണ്ട് ഇമ്പാക്റ്റ് വരുമെന്നാണ്. നോ, ലേൺ ഫ്രം ജീസസ്, ലേൺ ഫ്രം ജീസസ്. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. പക്ഷേ അവിടുത്തെ ശുശ്രൂഷ പാലസ്റ്റൈൻ്റെ ബൗണ്ടറിയിൽ പരിമിതപ്പെട്ടു നിന്നു. അത് മതി. പിതാവിൻ്റെ ഹിതം അതായിരുന്നു. വരുന്ന വർഷങ്ങളിൽ മുഴുവനും ഇന്നും ജീസസിനെ ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ച് ആരാധിക്കുകയാണ്. ദ ഇമ്പാക്റ്റ് ഓഫ് ഹിസ് മിനിസ്ട്രി വാസ് സോ ഗ്രേറ്റ്. ഈ 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം നമ്മൾ ആദ്യം വായിക്കാം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇനിയും 52-ാം വാക്യം വായിക്കണം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളുടെ ഒരു 2 ബുക്ക് എൻഡ്സാണിത്. യേശുക്രിസ്തുവിൻ്റെ വളർച്ചയെക്കുറിച്ച് 40-ാം വാക്യത്തിലും 52-ലും പറയുന്നു. ഇതിനിടയ്ക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബുക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ 2 എന്താ, ഒരു ബ്രാക്കറ്റ് പോലെ അല്ലേ, 2, എൻ്റെ കൈ കണ്ടോ നിങ്ങൾ, ഇതുപോലെ ഇടയ്ക്കുള്ളതിനെ ഈ 2 ബ്രാക്കറ്റുകൾ എന്നതുപോലെയാണ് ഈ 2 വാക്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത്. ആ 2 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചെറിയ സൂചന തരാം. നമ്മുടെ മനസ്സിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. വാട്ട് ഈസ് ഡോക്ടർ ലൂക്ക് സെയിങ്? 40-ാം വാക്യം, ആൻഡ് ദ ചൈൽഡ് ഗ്രൂ ആൻഡ് ബിക്കെയിം സ്ട്രോങ്. അല്ലേ? അങ്ങനെയാണ് അവിടെ കാണുന്നത്. ദ ചൈൽഡ് ഗ്രൂ ആൻഡ് ബിക്കെയിം സ്ട്രോങ്. ജീസസ് ദ സൺ ഓഫ് ഗോഡ് ഫിസിക്കലി വളരണം. എന്നിട്ട് അടുത്തതോ, he was filled with wisdom. ദൈവത്തിൻ്റെ പുത്രൻ, he is omniscient. പക്ഷെ ഇവിടെ പറയാണ് he was filled with wisdom. വിസ്ഡത്തിൽ വളരുകയായിരുന്നു, ഫിസിക്കലി വളരുകയായിരുന്നു. and the grace of God was on him. What is it talking about? 52-ാം വാക്യം നോക്കിക്കേ. And Jesus grew in wisdom and status and in favor with God and man. You mean Jesus had to grow? I say yes. ബൈബിൾ അങ്ങനെയാ പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കത് ഷോക്കിംഗ് അല്ലെന്ന് എനിക്കറിയാം. കാരണം നാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും നമ്മൾ പഠിച്ചു. യേശുവിൻ്റെ ദൈവത്വത്തിൽ ഹി ഈസ് ഗോഡ് ഓൾമൈറ്റി. പക്ഷെ മനുഷ്യത്വത്തിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെ ശാരീരികമായി വിസ്ഡത്തിലും ജ്ഞാനത്തിലും വളരേണ്ടിയിരുന്നു. ഇറ്റ് ഷോക്സ് അസ്. അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു സൂചന ഇങ്ങനെ തരുന്നുള്ളൂ, ഒരു സൂചന മാത്രം. പക്ഷേ ആ സൂചന ആവശ്യമാണ്. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ആ സൂചനയിൽ ബേസ് ചെയ്തുള്ള കാര്യമാണ്. കാരണം നമ്മൾ 12-ാമത്തെ വയസ്സിൽ യേശു ഇരുന്ന് ജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ ഓർക്കും, എടാ പിന്നെ അവർക്ക് വല്ലതും അറിയാമോ ഇതാരാണെന്ന്? ദൈവത്തിൻ്റെ പുത്രനല്ലേ? നമ്മളെപ്പോഴും ഓർക്കും, ബിക്കോസ് ജീസസ് ഇസ് ഗോഡ്, ഹി വാസ്
speaking the word, and the teachers of the law were astounded or amazed. അതിനാ ഞാൻ പറഞ്ഞത്, ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ മനുഷ്യത്വം നമ്മൾ വിടരുത്. യേശുവിൻ്റെ മനുഷ്യത്വം എന്ന് ഞാൻ പറയുമ്പോൾ യേശു ദൈവമാണ്. ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷെ ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ ഹ്യൂമാനിറ്റിയാണ്. 41 വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ യൂത്ത്ഫുൾ ഇയേഴ്സിനെ കുറിച്ച്. അതിനകത്തെ ഒരു പ്രധാന കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, നമ്മൾ കണ്ടു ഈ റെമനൻ്റായിട്ടുള്ളവരെല്ലാം യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചൊക്കെ അവർ സാക്ഷീകരിച്ചു. ഇവിടെ യേശു തൻ്റെ സാക്ഷ്യം പറയുകയാണ്, that he is God. പിതാവാം ദൈവത്തോട് തന്നെ ഈക്വലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന 12-ാം വയസ്സിൽ യേശുവിന് വെളിപ്പാടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതിനോട് ചേർന്ന കുറേ ദൂതുകളും നമുക്കൊരുമിച്ച് ചിന്തിക്കാം. 41-ാം വാക്യം വായിക്കാം. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. നിർത്തണം. ആണ്ടുതോറും പോയി. ദാറ്റ് മീൻസ് they were devout Jews. അവിടെയും ഈ കപ്പിളിന്റെ ആത്മീകത നമുക്ക് മനസ്സിലാകാം. എല്ലാ വർഷവും they would go for the Passover. അല്ലേ? ഇതൊക്കെ ലിറ്റിൽ തിങ്സ് നമ്മൾ എത്രയോ തവണ വായിച്ച കാര്യങ്ങളാണ്. ബട്ട് we missed it. ആവർത്തന പുസ്തകം 16:16 പറയുന്നത്, ജൂയിഷ് മെൻ, യഹൂദ പുരുഷന്മാർ വർഷത്തിൽ 3 തവണ യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകണം. 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് അവർക്കുള്ളത്. 1 പെസഹ, 2 പെന്തക്കോസ്ത്, 3 കൂടാരപ്പെരുന്നാൾ. ഈ 3 യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്ക് പുരുഷ പ്രജയൊക്കെ പോകേണ്ടത് ആവശ്യമാണ്. പക്ഷേ 1-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പലര് പോയത് നിമിത്തം ഇത് പ്രായോഗികമായി അവർക്കനുസരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. പ്രായോഗികമല്ല, പണച്ചെലവുണ്ട്, അതുകൊണ്ട് പ്രായോഗികമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ പിൻകാലങ്ങളിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാകുന്ന പെസഹ ആചരിപ്പാനായി കടന്നു വരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബം കടന്നു വരുന്നത്. വാസ്തവത്തിൽ സ്ത്രീകൾ ന്യായപ്രമാണം അനുസരിച്ച് പെസഹായ്ക്ക് വരണമെന്നില്ല. എന്നാൽ ചില റബിമാർ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ശരിക്കും സ്ത്രീകൾ പെസഹായ്ക്ക് ആചരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കാണേണ്ടത് they were really very spiritual. അങ്ങനെയാണ് മേരിയും ഈ പ്രധാനപ്പെട്ട ഉത്സവത്തിന് പെസഹ ആചരിപ്പാനായി യെരുശലേമിലേക്ക് വരുന്നത്. പുറപ്പാട് പുസ്തകം 12:1 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ എന്തിനാണ് ഈ പെസഹ ആചരിക്കുന്നത് എന്നത് ഇവിടെ ഉള്ളവർക്കറിയാം. എന്തിനാ ആചരിക്കുന്നത്? മിസ്രൈമിൽ നിന്നും ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി കുഞ്ഞാടിൻ്റെ രക്തം എടുത്ത് കട്ലപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി ഒരു രാത്രി കൊണ്ട് 400 വർഷത്തെ ബന്ധനത്തെ ദൈവം അറുത്തുമാറ്റി ദൈവത്തിൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നത് എല്ലാ വർഷവും ഓർത്ത് അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് അവർക്ക് കൊടുത്ത നിയമമാണ്. അതാചരിപ്പാനാണ് വന്നിരിക്കുന്നത്. ഈ പെസഹ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ആചാരമാണ്. പക്ഷെ ഇത് കഴിഞ്ഞാൽ 7 ദിവസം there is a feast of unleavened bread. അങ്ങനെ ടോട്ടലി 8 ദിവസമാണ് ഈ ഉത്സവം നീണ്ടു നിൽക്കുന്നത്. ഈ 8 ദിവസവും പെസഹ എന്ന പേരിൽ അറിയപ്പെടും.
42 വാക്യം. അവന് 12 വയസ്സായപ്പോൾ ആ, അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. കേട്ടോ, പതിവ് പോലെ, ആസ് വാസ് their custom. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത. when he, that is Jesus, was 12 years old, they went up to the festival according to the custom. എന്താ ഈ 12 വർഷത്തിന് പ്രാധാന്യത? യഹൂദന്മാരുടെ ഇടയിൽ യഹൂദ ബാലന്മാർ 13 വയസ്സ് അവരാകുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ നടക്കും, ഒരു ചടങ്ങുണ്ട്. അതിനെ വിളിക്കുന്നത് ബാർ മിത്സ്വ. They become sons of the law. ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം. നേരത്തെ മാതാപിതാക്കളുടെ കീഴിലാണ്. 13-ാമത്തെ വയസ്സിൽ അവരെ സ്വന്തമായി ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. പിന്നെ 12-ാം വയസ്സോ? അതിനു മുൻപ് ചിലപ്പോൾ ദ ഇയർ ബിഫോർ ഈ കാര്യങ്ങളുമായി പരിചയപ്പെടുവാനായി ബാലന്മാർ വരുന്ന പതിവ് ഉണ്ടായിരുന്നു. 13th ഇയറിലാണ് ബാർ മിത്സ്വ. അവര് ജെറുസലേമിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ പട്ടണം മുഴുവനുണ്ട്. ആടുകളോ? ആയിരക്കണക്കിന് ആടുകൾ. കാരണം പെസഹായ്ക്ക് ആടിനെ കൊല്ലണം. പുരോഹിതന്മാർ ഒരു വഴി പോകുന്നു. പിന്നെ ഈ പലയിടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കണ്ടുകൊണ്ട് യാചകന്മാരൊരു പുറകെ, റോമൻ ഗവൺമെൻറ് സോൾജേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് പീസ് ആൻഡ് ഓർഡർ ഒക്കെ ഉണ്ടാകാൻ. ഇങ്ങനെ ഭയങ്കരമായി ഇളകി മറിയുന്ന ഒരു പട്ടണത്തിലേക്കാണ് ഈ കുടുംബം വരുന്നത്. ആൻഡ് ജീസസ് ഓൾസോ കെയിം അറ്റ് ദി ഏജ് ഓഫ് 12. ഈ കുടുംബത്തിന് വേണ്ടിയുള്ള ആട് അറക്കാനായി ജോസഫ് ആയിരിക്കും കൊണ്ടുപോയത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യേശുവിൻ്റെ മനസ്സിൽ I don't know, but I probably think വരുന്ന വർഷങ്ങളിൽ ജീസസ് ആണ് the lamb ആയി മാറേണ്ടത്. He is the lamb. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? Behold the lamb that taketh away the sin of the world. ഇത് 12-ാം വയസ്സിൽ യേശു വരികയാണ്. ഒരുപക്ഷെങ്കിൽ യേശു ഇതൊക്കെ ഓർത്തു കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. So they arrived in Jerusalem. When he was 12 years old, they went up to the festival according to the custom. 43-ാം വാക്യം. After the festival was over. ആദ്യത്തെ ഭാഗമാ എന്ന് പറഞ്ഞാൽ കൃത്യമായും ഒരു ദിവസം മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫീസ്റ്റ് ഓഫ് ദി അൺലെവൻഡ് ബ്രെഡ് അതുകൂടെ കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുടുംബം അവരുടെ മടക്കയാത്ര തുടങ്ങുന്നത്. While his parents were returning home, the boy Jesus stayed behind in Jerusalem, but they were unaware of it. They lost the Son of God. They lost Jesus. മലയാളത്തിൽ വായിക്കാം. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. അമ്മയപ്പന്മാർ അറിഞ്ഞില്ല. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ആദ്യത്തെ പാഠങ്ങളൊക്കെ പഠിച്ചത് എവിടെയാ? മേരിയും ജോസഫുമാ പഠിപ്പിച്ചത്. സാധാരണ കുഞ്ഞിനെ പോലെ അവരാണ് കൈപിടിച്ച് നേരെ നിർത്തിയത്. ആദ്യത്തെ വാക്കുകൾ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഇതിനാണ് ഈ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ മേരിയുടെയും ജോസഫിന്റെയും ക്വാളിറ്റി നിങ്ങളോട് പറഞ്ഞത്. അവരൊരു അസാധാരണ കുടുംബമാണ്. Have you lost your child?
Where have you lost him? ഇവർ യേശുവിനെ മിസ് ചെയ്തു. പക്ഷേ ജീസസ് ഈസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. Where have you lost your child? സെക്യുലർ വിദ്യാഭ്യാസത്തിന് മാതാവേ, നിന്റെ മകനെയോ മകളെയോ നിനക്ക് നഷ്ടപ്പെടുത്തിയോ? പണമുണ്ടാക്കുന്നതിൽ നിന്റെ മകനെയോ മകളെയോ നിനക്ക് നഷ്ടപ്പെട്ടോ? വാട്സപ്പിനും ഫേസ്ബുക്കിനും നിന്റെ മകനെയോ മകളെയോ നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? ചിന്തിക്ക്. പെന്തക്കോസ്തിൽ വന്നിട്ട് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടാൽ മേരിക്കും ജോസഫിനും സെക്യുലർ വിദ്യാഭ്യാസം അല്ലായിരുന്നു വലുത്. 3 ദിവസത്തേക്ക് they missed him, but he is with the word. നിങ്ങളുടെ എത്ര മക്കൾക്ക് ഈ സാക്ഷ്യം പറയാൻ കഴിയും? അതെന്തുകൊണ്ടാ? നമുക്ക് മാതാപിതാക്കൾക്ക് വചനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? I am talking about the humanity of Jesus Christ. He grew in wisdom. He grew physically. മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നോണ്ട് ഞാൻ നിങ്ങളോട് പറയാം. മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് മടക്കി കർത്താവ് തരാൻ വിശ്വസ്തനാണ്. പക്ഷേ ഇറ്റ്സ് എ ഹാർഡ് വർക്ക്. പണമുണ്ടാക്കി ഏതോ വലിയ രാജ്യത്തിൽ നിന്ന് കൂടിയവനാകുന്നതല്ല ഏറ്റവും വലിയ വിടുതൽ. പഠിച്ച് 4 PhD എടുത്തതല്ല ദൈവാനുഗ്രഹം. അത് ഈ നാട്ടിലെ കുറെ ആളുകൾ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. I am presenting to you the Son of God, Jesus Christ in his humanity. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് പഴഞ്ചനായി തോന്നിയേക്കാം. പക്ഷേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. They lost Jesus for the time being, but he is with the word. Where have you lost your child? അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, എനിക്ക് നിയോഗമുണ്ട് നിങ്ങളോട് പറയാൻ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് മടക്കി കിട്ടും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് I am the only son. ഞാൻ ഏകനാണ്, ഒറ്റമോനാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന എൻ്റെ സഹോദരിയും എനിക്ക് പിന്നീടുണ്ടായ സഹോദരിയും രണ്ടുപേരും മരിച്ചുപോയി. I am the only son. ഞാൻ വളർന്നു വന്ന ഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചു. പക്ഷേ ഞാൻ വഴിതെറ്റിപ്പോയി. I became the worst of sinners. ലോകത്തിൻ്റെ സകല ഇമ്പങ്ങളിലും ചെറുപ്പക്കാർക്ക് ഊഹിക്കാൻ കഴിയാത്തതിലപ്പുറമായി പൈശാചികമായി നിയന്ത്രിതനായി ഞാൻ തകർന്നുപോയി. എൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തു എന്നറിയാമോ? അവർ രണ്ടുപേരും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ അമ്മയുടെ കരച്ചിൽ, എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. വളരെ പ്രായോഗികമായി ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു അനുഗ്രഹീതനായ മനുഷ്യനായിരുന്നു. എൻ്റെ അമ്മ കരഞ്ഞു. എൻ്റെ പിതാവ് എന്നെ ശാസിച്ചു നോക്കി.
No use. They both wept before God. വർഷങ്ങളെടുത്തു. ദൈവം എന്നെ ചൂണ്ടലിട്ട് പിടിച്ചു. ദൈവം എന്നെ മടക്കിക്കൊണ്ടുവന്നു. ഈ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾ എടുക്കുവാനും അത് പ്രസംഗിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് എനിക്ക് തന്നെ അത്ഭുതമാണ്, ഞാൻ എങ്ങനെയാണ് ഈ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. കുഞ്ഞുങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, തകർന്ന അവസ്ഥയിൽ ഇന്നാണെങ്കിൽ, മാതാപിതാക്കളെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നിങ്ങൾക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കുട്ടി കിടന്നുറങ്ങുമ്പോൾ അവരുടെ കയ്യെ, നിങ്ങളുടെ കൈ അവരുടെ കയ്യേലോ കാലേലോ അവരുടെ ശരീരത്തിലൊന്ന് തൊട്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ നിത്യതയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ മക്കളെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇവരാരാണ്? ഇവർ പ്രാർത്ഥിക്കുന്നവരാണ്. ജോസഫും മേരിയും. അവർക്ക് നഷ്ടമായതല്ല, അവർക്ക് അന്നേരമുണ്ടായ ഒരു അങ്കലാപ്പെന്നേ ഉള്ളൂ. യേശു അത് ചെയ്യുന്നത് പിതാവിൻ്റെ നിയോഗത്തിലാണ്, പിന്നീട് ഞാൻ പറയാം. എന്നാൽ മറിയെപ്പോലെയും ജോസഫിനെ പോലെയും പ്രാർത്ഥിക്കുന്നവരും ദൈവവചനം അനുസരിക്കുന്ന ഭക്തരായിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ എഴുതിയിടണമെന്ന്, എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടത്തില്ല. ഞാനതിൻ്റെ സാക്ഷിയാണ്. ആലയത്തിൽ വന്നിട്ട് ആലോചനയുണ്ടോ? ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന് പറയാനുള്ള ആലോചന അതാണ്. ഇന്ന് നീ നെടുവീർപ്പിടുന്നു, ഇന്ന് നീ കരയുന്നു. നിന്റെ മകനോ മകളോ അസ്ഥാനത്തായി പോകത്തില്ല. ഒരു കാലഘട്ടം നിന്നെ വിട്ടുപോയാലും, ഒരു കാലഘട്ടം റൂട്ട് തെറ്റിയാലും, മടക്കി റൂട്ടിലേക്ക് തിരുവചനത്തിന്റെ സത്യങ്ങൾ പിടിക്കുവാൻ തക്കവണ്ണം അവനെ റൂട്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവൻ ജീവിക്കുന്നു. Have you missed your child? എത്ര നാൾ ഇത് മറച്ചു വെക്കും? എത്ര നാൾ കാപട്യം കളിക്കും? എത്ര നാൾ ആളുകളുടെ മുൻപിൽ വെറുതെ ചിരിച്ചു നിൽക്കും? തേങ്ങിക്കൊണ്ടിരിക്കുന്ന മാതാവേ, തേങ്ങിക്കൊണ്ടിരിക്കുന്ന പിതാവേ, ഇതിനൊരു പോംവഴിയുണ്ട്, ഇതിനൊരു വിടുതലിന്റെ സാധ്യതയുണ്ട്. സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കരത്തില. ഒരു സെൻസസ് ഇടുന്നത് തന്നെ തന്റെ ഏകജാതൻ ബേത്ലഹേമിൽ ജനിക്കുവാൻ വേണ്ടിയാണെങ്കിൽ, അവൻ എവിടെ പോയാൽ ചൂണ്ടലിട്ടാണെങ്കിലും അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെന്ന് നീ ഉറച്ച് ഇന്ന് പകൽ ദൈവത്തിൽ വിശ്വസിക്കണം. Have you lost your child? There is hope in Christ. There is hope in Christ. പക്ഷെ ഇരട്ടത്താപ്പരുത്. വരികയും വേണം, ലോകത്തിലാണ്ട് കൂടിയവനാകുകയും വേണം. ഇരട്ടത്താപ്പ് പണി കൊണ്ട് നടക്കത്തില്ല. That's the mistake. പണക്കാരനാകണം, പിന്നെ ഒന്ന് രണ്ട് പ്രസംഗവും പ്രസംഗിക്കണം. It doesn't work. ദൈവം ചിലരെ പണക്കാരാക്കി എന്നിരിക്കും. That's his sovereignty. ദൈവം ചിലപ്പം പണക്കാരാക്കിയില്ലെന്നും വരാം. ഞാനൊരു പണക്കാരനല്ല, പക്ഷെ ഞാൻ സംതൃപ്തനാണ്. എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് വേസ്റ്റായി പോയില്ല. There is hope in Christ. ദൈവവചനം അനുസരിക്കുന്നത് വെറുതെ അല്ല. ആലയത്തിൽ വരുന്ന ദിവസങ്ങൾ ഉഴപ്പാതെ വരുന്നത് വെറുതെ അല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമുണ്ട്. ദൈവസന്നിധിയിൽ നീതിയോടെ നിന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇരട്ടത്താപ്പ് വിടണം. Praise the Lord. Have you lost your child to secular education,
to making money, to going after filthy things, God can reroute his life if you pray. Earnestly pray. Pray with tears. After the festival was over, while his parents were returning home, the boy Jesus, ആ പ്രയോഗം ശ്രദ്ധിച്ചേ, the boy Jesus, 40-ാം വാക്യത്തിൽ, and the child grew. ഇപ്പോൾ the boy Jesus stayed behind in Jerusalem, but they were unaware of it. 44-ാം വാക്യം, thinking he was in their company, they traveled on for a day. Then they began looking for him among their relatives and friends. When they did not find him, they went back to Jerusalem to look for him. 46-ാം വാക്യം, after 3 days they found him in the temple courts, sitting among the teachers. ആ പ്രയോഗം കണ്ടോ, സിറ്റിംഗ് among the teachers. കുറച്ചുകൂടെ കഴിയുമ്പോൾ ജീസസ് വിൽ ബിക്കം ദ ടീച്ചർ. പിന്നീട് ഇവരെക്കുറിച്ചൊന്നും ടീച്ചർ എന്ന പ്രയോഗം കാണത്തില്ല. Sitting among the teachers, listening to them and asking them questions. The Son of God in his humanity humbled himself. ആ കാലഘട്ടത്തിലെ ബൈബിൾ സ്കോളേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ശ്രദ്ധിക്കുക. I don't know what questions he asked. ചിലപ്പോൾ ചോദിച്ചു കാണും, നിങ്ങൾ ഈ മെസ്സിയായെക്കുറിച്ചുള്ള വ്യാഖ്യാനം നിങ്ങളുടെ എങ്ങനെയാണ് ഈ വചനം അനുസരിച്ച്? And then they will start saying and he will listen. 47-ാം വാക്യം, everyone who heard him was amazed at his understanding and his answers. 12-ാം വയസ്സിൽ ബൈബിൾ സ്കോളേഴ്സിനെ ആമ്പരിപ്പിച്ചു കളഞ്ഞു. പഠിക്കുന്നതിന് മുമ്പ് മോം എടുത്തൊന്ന് വായിക്കണം, കാരണം മറ്റത് ശരിയാകാനായിതേ. അങ്ങനെയുള്ളവർക്ക് ഇത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല. How do you think that Jesus learned the word? I'll tell you. മേരിയും ജോസഫും പഠിപ്പിച്ചത് മാത്രമല്ല, he started reading the scriptures. ഇനിയും ചുരുള് നസ്രയത്തിലെ സിനഗോഗിൽ മാത്രമുണ്ട്. he will go and he will hours and hours he will learn the word. അല്ലാതെ നമുക്ക് ഇന്ന വിദഗ്ധനെ വിളിച്ചങ്ങ് കൈവച്ച് പ്രാർത്ഥിക്കാം, ഭജന വെളിപ്പാടുണ്ടാകട്ടെ. ഓ, നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട. ലുക്ക് അറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി. യേശു നമുക്ക് എക്സാമ്പിളാണ്. യേശു നമുക്ക് എക്സാമ്പിളാണ്. (46-47 വാക്യം ഒന്ന് വായിക്കാം. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ആരാ ഇരിക്കുന്നത്? ദി ഉപദേഷ്ടാവ്. He is the teacher. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അത് ഒടക്ക് ചോദ്യമൊന്നുമല്ല, അവരുടെ മര്യാദ, അവരുടെ പതിവാണത്. They will listen, they will ask questions. ആ നിലയിലാണ് കാര്യങ്ങൾ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 47-ാം വാക്യം, അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. At the age of 12, and this is in his humanity. നമ്മൾ മിസ് ചെയ്ത് എന്താണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായോ? നമ്മളെ ഇത് ചേഞ്ച് ചെയ്യത്തില്ലെന്നുള്ളത് എനിക്കറിയാം. കാരണം നമ്മൾ മറ്റേൽ പിടിക്കപ്പെട്ടു പോയി. അത് റീതിങ്ക് ചെയ്യാൻ ദൈവം ചിലർക്ക് കൃപ തരട്ടെ.
സെക്യുലർ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറയുന്നത്, അത് 10ാമതോ 100ാമതോ ആണ്. മക്കൾ തോറ്റുപോയാലൊന്നും ഒന്നും സംഭവിക്കാനില്ല. ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് കെട്ടുകൾ അഴിച്ച് കാർമേഘ പടലങ്ങളെ ശാസിച്ചുകൊണ്ട്, അങ്ങനെയുള്ളവരോടൊന്നും ഐ ഹാവ് നത്തിങ് ടു സേ. ഭൂമിയിലെ ഈ നിലനിൽക്കാത്ത ഈ വലിയ കാര്യമാണോ നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം? They were amazed at his understanding and his answers. ജീസസിന്റെ ഉള്ളിൽ ഒരു ബേണിംഗ്, പാഷനേറ്റ്, കൺസ്യൂമിംഗ് ഇൻട്രസ്റ്റ് ഫോർ ദ വേൾഡ്. നമ്മളിലതാ ഉണ്ടാകേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളിലതാ ഉണ്ടാകേണ്ടത്. പക്ഷെ നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും എന്തിനുള്ള പാഷനാ? മേക്ക് മണി. പണക്കൊതിയന്മാര് കേൾക്കുന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ പണം 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 ഉണ്ടാക്കണമെന്നാണെങ്കിൽ നിങ്ങൾ സൈഡ് ട്രാക്റ്റായി. ഐ ആം ടെലിംഗ് യു ദിസ് ഓൺ യുവർ ഫേസ്. മുപ്പതാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന് പറയാ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ എനിക്ക് പ്രസാദമായി. വാട്ട് ഡിഡ് ജീസസ് ഡു? Did he do some miracle? 30 വയസ്സ് വരെ നോ മിറക്കിൾ. മറ്റ് പരസ്യ ശുശ്രൂഷകളുടെ ഒരു കാര്യം എഴുതിയിട്ടില്ല. What pleased the Father? Think. ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ആകാവൂ, pleasing my heavenly Father. And the Father is well pleased when you sit before the Word. He was passionate about the Word. അതുകൊണ്ടാണ് ഇവരോടുകൂടി ഈ ചർച്ചയിലിരിക്കുന്നത്. ഇവിടെ മാത്രമേ സുവിശേഷങ്ങളിൽ യേശു ഒരു സ്റ്റുഡൻ്റായിട്ട് നമ്മൾ കാണത്തുള്ളൂ. ഇതിന് ശേഷം എല്ലാം ഹി ഈസ് ദ ടീച്ചർ. ഇതിന് ശേഷമെല്ലാം പരസ്യ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത് ദ ടീച്ചർ ജീസസ് ഇവരോട് ചോദ്യം ചോദിക്കും. ആൻഡ് ദേ ഡിഡ്ന്റ് ഹാവ് എ ക്ലൂ. അഗെയിൻ ഞാൻ പറയാം, നമ്മുടെ ഹൃദയത്തിലെല്ലാം ഡി ടി ഓഫ് ജീസസ് എന്ന് മാത്രമേ വരൂ. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ആദ്യം ആ വെളിപ്പാട് ഉൾക്കൊള്ളാതെ യു കനോട്ട് ഫോളോ ജീസസ്. യു കനോട്ട് ഫോളോ ജീസസ്. യേശു പറയാണ്, ബാ എന്നെ പിന്നാലെ വാ, കം ഫോളോ മീ. നമ്മൾ പറയും, ജീസസ് യു ആർ ഗോഡ്. ഞാനെങ്ങനെയാണ് വരുന്നത്? ജീസസിൻ്റെ ഹ്യൂമാനിറ്റിയുടെ വെളിപ്പാട് കിട്ടുമ്പോഴാണ് ജീസസ് വിളി, കം ഫോളോ മൈ ഫുട് സ്റ്റെപ്സ്. വെറുതെ ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മശക്തിയോടെ യു ക്യാൻ ഫോളോ ക്രൈസ്റ്റ്. ജീസസ്, ഞാൻ വിചാരിക്കുന്നത് മണിക്കൂറുകൾ ഹി വാസ് സ്പെൻഡിങ് ടൈം ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വിത്ത് ഹിസ് ഫാദർ. കാരണം 12ാമത്തെ വയസ്സിൽ പണ്ഡിതന്മാരെ അമേസ് ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്ക്രിപ്ചർ വരണമെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോഴാ 3 വർഷത്തെ സെമിനാരി പോയി പഠനം കൊണ്ട് ജ്ഞാനിയാണെന്ന് ചിന്തിച്ചാൽ ഐ ഹാവ് നോ വേർഡ്സ് ഫോർ സച്ച് പീപ്പിൾ. I have no words for such people. നാൽപ്പത്തിയെട്ടാം വാക്യം. അവനെ കണ്ടിട്ട്, അത് ശ്രദ്ധിക്കണം, മേരി ജോസഫും മടങ്ങി വന്നു. അവനെ കണ്ടിട്ട് അവര് അതിശയിച്ചു. എന്തുവാ ഇത്ര അതിശയിക്കാൻ? ദ ലൊക്കേഷൻ. അവൻ ഇരിക്കുന്നത് നോക്കിക്കേ. അവർ ചിന്തിക്കുന്നത് പോലെ 12 വയസ്സ് ആയ ബോയ് ജീസസ് ഇവരെ തപ്പി നടക്കുകയല്ല. ഹി ഈസ് സിറ്റിംഗ് വിത്ത് സ്കോളേഴ്സ്. They were amazed. അവർ അതിശയിച്ചു. അവരൊരു പക്ഷേ ഓർത്ത് കാണും, ഈ വലിയ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിലൊക്കെ
ജീസസ് ലോസ്റ്റായിപ്പോയി. അതുകൊണ്ട് ജോസഫിനും അമ്മ മേരിക്കും വേണ്ടി തപ്പുകാരിക്കുമെന്ന് ഒരു പക്ഷെങ്കിൽ അവർ ചിന്തിച്ച് കാണും. പക്ഷേ അവർ നോക്കിയപ്പം വളരെ കാമായിട്ടിരിക്കുക, ഇരുന്നിട്ട് ടീച്ചേഴ്സുമായിട്ട് സംവാദം നടത്തുക. Mary was amazed. 48 വാക്യം നോക്കിക്കേ. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. When his parents saw him, they were astonished. His mother said to him, Son, why have you treated us like this? ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ചിലപ്പോൾ മേരി ഈ ചോദ്യം ജീസസിനെ ഒന്ന് ചിന്തിപ്പിക്കാൻ ഇത്രയും ടെൻഷൻ ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾ വറിയഡായി. അപ്പോൾ അത് ജീസസിനെ കുറിച്ചൊന്ന് ചിന്തിപ്പിച്ച് പ്രോബബ്ലി ഷീ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ, ഞങ്ങളോട് ഇങ്ങനെ എന്താ ചെയ്തത്? എന്നിട്ട് 48 വാക്യം മോള് പൂർണ്ണമായിട്ട് വായിച്ച്. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട്. ഈ അപ്പൻ എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുമ്പോൾ അതെടുത്തുകൊണ്ട് ആളുകൾ പറയും, കണ്ടോ, വെർജിൻ ബർത്ത് അല്ലായിരുന്നു. നമ്മളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ 1-ാം അധ്യായം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. 1-ാം അധ്യായത്തിൽ ഉപദേശ സത്യം നമ്മൾ മനസ്സിലാക്കി, ദ വെർജിൻ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ നിൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ ലീഗലി ലോകത്തിൽ ജോസഫ് വാസ് ദ ഫാദർ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വിപുലമായ എക്സ്പ്ലനേഷൻ തരാം. നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട്. വ്യസനിച്ചു. I have been anxiously searching for you. വ്യസനിച്ചും കൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് sort of a rebuke അല്ലേ? എ മൈൽഡ് ലവിങ് rebuke എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അമ്മയുടെ വികാരമാണ്. എന്താ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? നമ്മുടെ ഭാഷ പറഞ്ഞില്ലേ, ഞങ്ങളൊന്ന് ടെൻഷൻ അടിച്ചു. ഇത് വേറൊരു ലാംഗ്വേജിൽ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ആ യേശുക്രിസ്തു ഇവരെ മനഃപൂർവം ബോധപൂർവം വേദനിപ്പിക്കാൻ ഒരു ശ്രമമല്ല ചെയ്തത്. ജീസസ് മറുപടി പറയാൻ പോകുകയാണ്. ജീസസ് ഇവരെ മനഃപൂർവ്വം വേദനിപ്പിച്ചതല്ല. ജീസസ് ഇൻറ്റൻഷനലി ഇങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട്. ജീസസിൻ്റെ ഇഹലോകത്തിൽ ദൈവം ആക്കി വെച്ച അധികാരത്തിൽ നിന്നും ഒരു ബ്രേക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവമായത്. ജോസഫ് ലീഗൽ ഫാദറാ, മേരി മദറാണ്. 12 വയസ്സുവരെ ജീസസ് വാസ് ഒബീഡിയൻറ്റ് ടു ദം. ഈ അനുഭവത്തിന് ശേഷവും ജീസസ് ഈസ് ഒബീഡിയൻറ്റ് ടു ദം. പക്ഷേ ഇവിടെ ജീസസ് ഇനിയും പറയാൻ പോകുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അവരുടേതായിട്ടുള്ള അധികാരത്തിൽ നിന്നും ജീസസ് ഒരു ടേൺ എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ അപ്പുറം 12-ാം വയസ്സിൽ ജീസസ് റെക്കഗ്നൈസ് ചെയ്തു, ഹിസ് ട്രൂ ഫാദർ ഈസ് ഹിസ് ഹെവൻലി ഫാദർ.
ഹെവൻലി ഫാദറിന്റെ ടൈം ടേബിളാണ് ജോസഫിന്റെയും മേരിയുടെയും ടൈം ടേബിളിനേക്കാൾ ഇമ്പോർട്ടൻസ്. പിന്നീടുള്ള വർഷങ്ങളിൽ പരസ്യ ശുശ്രൂഷയിൽ യോഹന്നാൻ 6:38 യേശു എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ. അതാ ഇവിടെ കാണുന്നത്. മേരിയെ ടെൻഷനിലാക്കാനല്ല, ജോസഫിനെ ടെൻഷനിലാക്കാനല്ല, പക്ഷേ he moves in the timetable of his heavenly Father. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വാസ്തവത്തിൽ ജീസസ് ഇവിടെ കൊണ്ടുവരുന്ന ഈ ബ്രേക്ക് അന്ന് അവർക്ക് മുഴുവനായി മനസ്സിലായില്ലെങ്കിലും അടുത്ത 18 വർഷം കഴിഞ്ഞ് 30ാമത്തെ വയസ്സ് മുതൽ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ പൂർത്തീകരണം അവർക്ക് മനസ്സിലാകും. സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എൻ്റെ നാഴിക വന്നിട്ടില്ല. അതിൻ്റെ തുടക്കമാണിത്. 49ാം വാക്യം ജീസസിന്റെ മറുപടി ശ്രദ്ധിക്കണം. എന്നെ തിരഞ്ഞത് എന്തിന്? ശ്രദ്ധിച്ചോ നിങ്ങൾ? ബൈബിളിലെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആദ്യത്തെ വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും പരസ്യ ശുശ്രൂഷയിലെ കാര്യങ്ങളെ ചിന്തിക്കാറുള്ളൂ. These are the first words spoken by Jesus. എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. 49ാം വാക്യം മോളൊന്ന് വായിച്ചേ. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന്. പിതാവിനുള്ളതിൽ ചിലയിടത്ത് മൈ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്നുണ്ട്. പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. നമ്മുടെ ഏതെങ്കിലും കുഞ്ഞിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കൺസ്യൂംഡ് വിത്ത് ദ ഫാദേഴ്സ് ബിസിനസ്. വളർത്താൻ ഒത്തിട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടാമേ. എന്താ മോനെ ഇത്രയും ടെൻഷൻ കൊണ്ടുവന്നത്? Don't you know? I had to be in my father's business. ഇങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്. നമ്മളെ നോക്കിക്കൊണ്ട് ഓരോ സാഹചര്യത്തിലും പറയണം, പപ്പ മമ്മി ഭാരപ്പെടേണ്ട, I am in our Father's business. മാതാപിതാക്കളോട് പറയാം, ഇതുവരെ പരാജയം സംഭവിച്ചെങ്കിൽ തിരുത്തണം കാര്യം. കല്യാണം ഇപ്പോൾ കഴിച്ചവരോട് പറയാം, കുഞ്ഞുണ്ടാകുമ്പോൾ ഈ നിലയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഒന്നാമത് അവൻ്റെ രാജ്യവും നീതിയും. അല്ലാതെ മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് എഞ്ചിനീയർ ആക്കാനാ. മലയാളിക്ക് 2 കാര്യം അറിയത്തുള്ളൂ, എഞ്ചിനീയർ, ഡോക്ടർ. They know nothing else. ബാക്കിയെല്ലാം അവരുടെ ചിന്തയിൽ ഫെയിലിയറാണ്. അതുകൊണ്ട് ഇപ്പോൾ ജോലിയില്ലാതെ ഒത്തിരി എണ്ണം നടപ്പുണ്ട്. ഓവർ പ്രൊഡക്ഷൻ. ജീസസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഐ വിൽ സ്റ്റോപ്പ് ക്വിക്ക്ലി. ജീസസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ഇപ്പോൾ രംഗം? ജോസഫും മേരിയും ടെൻഷൻ അടിച്ച് ദേവാലയത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടു ജീസസ് എവിടെ ഇരിക്കുക. So having a discussion with the scholars.
അവർ തമ്മിലുള്ള ആ ഡയലോഗ് തുടങ്ങുക. ഞാനും നിൻ്റെ അപ്പനും ഇത്തിരി ടെൻസ്ഡായിപ്പോയി. ഉടനെ ജീസസിൻ്റെ മറുപടി എന്താ? എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്പം ജീസസിനെ നിങ്ങൾ നോട്ട് ചെയ്ത്, അപ്പനും അമ്മയും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും, ഈ അപ്പനെന്നൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി, ഹിസ് ലീഗൽ ഫാദർ, അപ്പനും അമ്മയും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും, ആര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യാൻ പ്രിയപ്പെട്ടത്. ലെറ്റ് us take it as a challenge today. ചിലർക്ക് അമ്മ പറയുന്നതും അപ്പൻ പറയുന്നതും അതിനപ്പുറത്തൊന്നുമില്ല. ബ്രദറെ, നമ്മൾ അവരെയും ബഹുമാനിക്കണ്ടേ? ഐ വിൽ ടെൽ യു യെസ്. അത് ഞാൻ പിന്നീട് കാണിക്കാം. ജീസസ് അങ്ങനെ ചെയ്തു. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം വരുമ്പോൾ ലോകത്തിൽ ആര് നമ്മളെ തെറ്റിദ്ധരിച്ചാലും, ലോകത്തിൽ ആര് നമ്മളെ എന്ത് ചെയ്താലും, ജീസസ് കാണിക്കുന്ന മാതൃക, ഹി ഒബെയ്ഡ് ദ ഫാദർ. ശരിക്കും ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോടും ഇവിടെ ഇരിക്കുന്ന സഹോദരനോടും പറയാം, പൂർണ്ണമായി നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ ഒരു സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ നടുവിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്കെപ്പോഴും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും. അതാണ് ചിലരെ ബന്ധിക്കുന്നത്. എപ്പോഴും അവരങ്ങനെ പറയാം പാസ്റ്റർ, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. വാട്ട് ഡു യു നോ അബൌട്ട് ജീസസ്? ജീസസിൻ്റെ മാതൃക കണ്ടോ? അറ്റ് ദി ഏജ് ഓഫ് 12 ജീസസ് പറയാണ്, മൈ ഫാദർ ഇൻ ഹെവൻ. ഓൾ ത്രൂ ഹിസ് ലൈഫ് ഇങ്ങനെയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. Then Jesus entered a house and again a crowd gathered so that he and his disciples were not even able to eat. 20-ാം വാക്യം അതാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുപോലെ ശുശ്രൂഷ. ഇത് കുടുംബക്കാർ കേട്ടു. When his family heard, ഫാമിലി ആരാ? അവിടെ വ്യക്തമല്ല, ചർച്ചക്കാരെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ബ്രദേഴ്സും ഉണ്ട്. അതാകണമെന്നില്ല, ആകാം. When his family heard about this, they went to take charge of him, for they said, he is out of his mind. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? This guy is out of his mind. അതെന്താ? Because we are crazy for Christ. വെളിപ്പാടില്ലാത്ത ലോകം പറയും, യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്. അത് നിന്നെ ബന്ധിക്കരുത്. സ്വന്തം മാതാപിതാക്കളല്ല നമ്മുടെ ഡെസ്റ്റിനിയുടെ വഴികാട്ടി, ചാർച്ചക്കാരല്ല. യു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാദർ ഇൻ ഹെവൻ. ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ യു ഒബേ ദാറ്റ്. No, what will my wife think and what will my parents think? You are not fit to serve God. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തയാളാ. I'll tell you that. എല്ലാത്തിലും യേശുവിനെ നോക്ക്. ജഡയവതാരം ചെയ്ത യേശുവിൻ്റെ മനുഷ്യത്വം, ഈ വെളിപ്പാട് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് their Christian life is never strong. Look at Christ. ഈ യേശുവാണ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്. കം ഫോളോ മീ. ഇല്ല,
അതെന്താ? ബിക്കോസ് ഐ ഓൾവേസ് പ്ലീസ് ഹിം. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആൾ മരിക്കാൻ നേരം പറയാം, ഫാദർ ഐ ബ്രോട്ട് യു ഗ്ലോറി. അതാ ക്രിസ്ത്യാനിറ്റി. അല്ലാതെ പെന്തിക്കോസി വന്ന് പാട്ടുപാടി കൈയടിച്ച് ഇതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റി. തെറ്റിദ്ധാരണയൊന്നും വരുത് നിങ്ങൾക്ക്. ഞാനതാണ് എപ്പോഴും തുറന്ന് കാര്യങ്ങൾ പറയുന്നത്. ഒരുപാടിടങ്ങളിൽ കാണുന്നത് 2-3 പാട്ട് പാടി എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ആത്മീക എക്സ്റ്റസിയിലായിട്ട് പിന്നെ കാരണം അവർക്ക് തോന്നും, അയ്യടാ ഇന്ന് നല്ല ഹരം നിന്ന്. വചനം വല്ലതും ഉണ്ടോ? ആർ യു ഫോളോയിങ് ക്രൈസ്റ്റ്? അവർ പറയും യാ ഫോളോയിങ് ക്രൈസ്റ്റ്. യാ പറഞ്ഞാൽ നടക്കത്തില്ല. വേദപുസ്തകത്തിൻ്റെ താളിൽ യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കത്തി അത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അർത്ഥമാക്കുന്ന ഇവിടെ ഇരിക്കുന്നവരെല്ലാം ജോലി റിസൈൻ ചെയ്യണമെന്നല്ല. ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടവരുണ്ട്, അവർ ജോലി ചെയ്യും. യേശു ആ ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കും അതുപോലെ നിങ്ങളാകണം. വേറെ ചിലർ എന്നെപ്പോലെ ജോലി റിസൈൻ ചെയ്യാൻ വിളിക്കപ്പെട്ടവരുണ്ട്, അവർ ജോലിയിൽ നിന്നാൽ കമ്പനി പൊട്ടും. അവർ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങണം. ഫോളോ ക്രൈസ്റ്റ്, അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. മോളെ 49. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് എന്നും അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ് എന്നും ഒക്കെയുള്ള തർജ്ജിമകളുണ്ട്. ഓക്കെ, 50-ാം വാക്യം. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. കേട്ടോ, Joseph and Mary did not understand. Many times the disciples did not understand. And I'll tell you, most of the so-called elite in Israel did not understand. വാസ്തവത്തിൽ മേരിക്കൊന്നും അറിയത്തില്ലേ? മേരിക്കറിയാം ഇത് മെസ്സിയയാണെന്നും ദാവീദിൻ്റെ പുത്രനാണെന്നും വെർജിൻ ബർത്ത് ആണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ആ സൺഷിപ്പ്, പിതാവുമായിട്ടുള്ള ആ പ്രത്യേക ബന്ധം, അവിടുന്ന് പിതാവിനോട് തുല്യനാണെന്നുള്ളതിൻ്റെ ആഴങ്ങൾ അവർക്കറിയില്ല. സ്തോത്രം. 51-ാം വാക്യം. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മതി. പെട്ടെന്ന് ലൂക്ക് 51-ൽ പറയുക, then he went down to Nazareth with them and was obedient to them. Why is that? Lest we think that he was disobedient. No, അങ്ങനെയല്ല. പിതാവാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ് പിതാവ് യേശുവിൻ്റെ മേൽ ആ കാലഘട്ടത്തിൽ വെച്ച ജോസഫിനും മേരിക്കും ഒബീഡിയൻ്റ് ആയിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഇന്നത് കേട്ടോണം. 10 കൽപ്പനയിലെ 5-ാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് പുസ്തകം 20:12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കാം. അപ്പനെ അമ്മയും ബഹുമാനിക്കുക, സോ ദാറ്റ് യു വിൽ ഹാവ് ലോങ് ലൈഫ്. ജീസസ് ഒരൊറ്റ ന്യായപ്രമാണ നിയമത്തെ ലംഘിച്ചിട്ടില്ല. He fulfilled everything. See the balance in scripture. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആർ യു ടോട്ടലി സബ്മിസിവ് ആൻഡ് ഒബീഡിയൻറ്റ്? ഒബീഡിയൻ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം എടുത്തേ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് 2-ാം വാക്യം മുതൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞിട്ട് 2-ാം വാക്യം ഒന്ന് വായിച്ചോ. 2-ാം വാക്യം.
മനുഷ്യർ സ്വസ്നേഹികളും ആ ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. മതി മതി. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തത് അന്ത്യകാലത്തിലെ ഒരു ലക്ഷണമാണ്, ദുർഘട സമയത്തിൻ്റെ ലക്ഷണമാണ്. ശരിക്കും അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ ആവാസം ആഴമായി നടക്കുന്ന കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ് അപ്പനെ അമ്മയെ അനുസരിക്കത്തില്ല. ഈ കാലഘട്ടത്തിലാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവ മക്കൾ അപ്പനെ അമ്മയെ അനുസരിക്കേണ്ടത്. ക്യാൻ യു ഇമാജിൻ ദ പെർഫെക്റ്റ് സൺ ഓഫ് ഗോഡ്? തൻ്റെ ഹ്യൂമാനിറ്റിയിൽ ജീസസ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മക്കളൊന്നും പെർഫെക്റ്റ് ഒന്നുമല്ലായിരുന്നു. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമോ ഒരു മകൻ പെർഫെക്റ്റ്, ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ്? ആർക്കാ അനുസരിക്കുന്നത്? ജോസഫ് പെർഫെക്റ്റ് ആണോ? മേരി പെർഫെക്റ്റ് ആണോ? ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പനും അമ്മയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ജീസസിൻ്റെ ഹ്യൂമാനിറ്റിയിൽ ജീസസ് ഒബീഡിയൻ്റ് ആയിരുന്നു. വാട്ട് എ റെവലേഷൻ! പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ദൈവവചന വിരുദ്ധമായ ഏതെങ്കിലും കാര്യം അവർ പറഞ്ഞാൽ ചെയ്യണമെന്ന അർത്ഥമല്ല. അവിടെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലാണ് നാം നിൽക്കേണ്ടത്. അതാണ് ഫാദർ അങ്ങനെ പറഞ്ഞു, മദർ ഇങ്ങനെ പറഞ്ഞു, അവരെ അനുസരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല ദൈവവചനത്തിൽ എന്നോ, അതല്ല, ആ അർത്ഥത്തിലല്ല. ആ വ്യാഖ്യാനം തെറ്റാണ്. ദൈവവചനത്തിൻ്റെ പരിധിക്കുള്ളിൽ മാതാപിതാക്കളുടെ അധികാരത്തെ ബഹുമാനിക്കുകയും അവർ പറയുന്നത് മുഴുവനും അനുസരിക്കാനുള്ള കടപ്പാട് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അല്ലെങ്കിൽ പാപം ചെയ്യുകയാണ്. അന്ത്യകാലഘട്ടത്തിൻ്റെ ലക്ഷണമാണ്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രായമായി, നിങ്ങളിത് നോക്കുക. ജീസസിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, എനിക്കങ്ങനെ എപ്പോഴും യോഗമാണ്, അതുകൊണ്ട് അപ്പനെ അമ്മയെ നോക്കാൻ എനിക്കിപ്പോൾ നേരമില്ല. യു ആർ നോട്ട് ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്. ഐ ടെൽ യു ഓണസ്റ്റ്ലി. പിതാവിൻ്റെ ഹിതത്തിൽ നിൽക്കുന്ന ആളിന് മാതാപിതാക്കളോടുള്ള കടപ്പാടുണ്ട്. ചില ചിന്തിക്കുന്ന ആത്മീയതയുടെ കൂടുതലാണ്. അപ്പനെ അമ്മയെ നോക്കാൻ നേരമില്ല, പിന്നെ എവിടെ പോ, ഞാനങ്ങ് ശുശ്രൂഷയുടെ മുഖത്താണ്. അടുത്ത 18 വർഷം ഹി ഈസ് ഇൻ നാസറത്ത്. പിന്നീട് നമ്മൾ ജോസഫിനെ കുറിച്ച് കാണുന്നില്ല. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഒരുപക്ഷെങ്കിൽ ജോസഫ് മരിച്ചുപോയി കാണും. അങ്ങനെയെങ്കിൽ മൂത്ത മകൻ എന്ന നിലയിൽ ഈ കുടുംബത്തെ മുഴുവനും ആശാരിപ്പണി ചെയ്ത് അവരെ പുലർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല, എൻ്റെ ഇമാജിനേഷനാ. ഐ തിങ്ക് മേ ബി കിണറുണ്ടെങ്കിൽ ജീസസ് വെള്ളം കോരി അമ്മയ്ക്ക് കൊടുത്തു കാണും. അയ്യോ, അങ്ങനെയൊക്കെ പറയാമോ? മനുഷ്യത്വത്തിൽ അങ്ങനെ ആയിരിക്കും. അത് ആത്മീകമാണെന്ന് പഠിക്കണം. ഞാനെപ്പോഴും അങ്ങ് മുട്ട നിൽക്കുക, അതുകൊണ്ട് വെള്ളം കോരുകയും ഒന്നുമില്ല. മാതാപിതാക്കളെയോ ഏത് മുറിയിലാണെന്ന് പോലും അറിയത്തില്ല, എപ്പോഴും മുട്ട നിൽക്കുക. ജീസസിൻ്റെ ആത്മീയം അങ്ങനെയല്ല. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം, നല്ല ഉപദേശം പറയാം ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ യേശുവിൻ്റെ മാതൃക നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഇവരെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ അയച്ചാൽ നിങ്ങളെ നോക്കുമെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധാരണയില്ല. അല്ലെ എബി ഉപദേശി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കുറിച്ചിട്ടു. ഓഹോ, ഞാൻ പഠിപ്പിച്ച് ഞാൻ വിശന്നിരുന്ന് എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി ടൈറ്റായിട്ട് ഞാൻ അവരെല്ലാം വിദേശത്തയച്ചു. അച്ഛാ, അവർ നോക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. യേശുവിനെ കൊടുത്താൽ നോക്കും, അല്ലേ നമ്മൾ പട്ടിണി കിടന്ന മിച്ചം.
പറക്കമുറ്റിക്കഴിയുമ്പോൾ ഈ അഭിനയിച്ച് നിൽക്കുന്നതെല്ലാം അവരവരുടെ പരിപാടി നോക്കി അവരുടെ പാട്ടിന് പോവും. പെണ്ണാന്നേലും ആണാന്നെങ്കിലും കൃപ ലഭിച്ചതേ നിങ്ങളെ നോക്കത്തുള്ളൂ. സമയം പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുക. അല്ല, ഇപ്പം ഫ്യൂണറൽ വരുമ്പോൾ പോലും ഞാൻ കണ്ട ഒരുത്തൻ അമേരിക്കയിലിരുന്നുകൊണ്ട് കണ്ണുനീര് വാർക്കുക. എന്താ, അവന് ഈ ഇപ്പോഴത്തെ സംവിധാനമുണ്ടല്ലോ, എന്ത്, പുള്ളിക്ക് വരാൻ ഒത്തില്ല. കാരണം എന്താ, ജോലി വിട്ടേച്ച് വരാൻ നോക്കൂ. പപ്പ ചത്തു, പപ്പ ചാകട്ട്, ചത്ത കുഴിച്ചിടണം. ഉപദേശമാർക്കൊക്കെ റേറ്റ് അല്ലേ, അവർക്ക് കൊടുത്ത് അവർ കൊണ്ട് കുഴിച്ചിടും. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഓല കണ്ണുനീര്. എവിടെയാ മാതാപിതാക്കളൊക്കെ? അതിനല്ലേ നമുക്കിപ്പോൾ നല്ല അല്ലേ സംവിധാനം, ഓൾഡ് ഏജ് ഹോം. എന്നിട്ട് വർഷത്തിലൊരു വരവുണ്ട്. പപ്പായ്ക്ക് ആ സ്പ്രേ കൊണ്ടുവന്നു. 70-ാം വയസ്സിൽ ഈ സ്പ്രേ അടിച്ചുകൊണ്ട് എന്നാ ചെയ്യാനാ? കൂലിക്കുള്ള പാസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ, മരിച്ചു കിടക്കുമ്പോൾ പറയും, അമേരിക്കയിലുള്ള ആൻറ്റി ആയിരുന്നു നോക്കുന്നത്, ആൻറ്റി അങ്ങനെ ചെയ്തു, ആൻറ്റി ഇങ്ങനെ ചെയ്തു. തുള്ളി വെള്ളം കിട്ടി സമാധാനത്തോടെ ശിമയോനെ പോലെ ടാറ്റ പറഞ്ഞ് പോകണമെങ്കിൽ പിള്ളേർക്ക് യേശുവിനെ കൊടുക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. പണ്ടുകാലമൊക്കെ ഓർക്കണം. പണ്ടുകാലത്തെ അപ്പനും അമ്മയും മരിക്കുന്ന സമയത്ത് വീട്ടിലൊരു മോനെങ്കിലും ഉണ്ട്. ചിലയിടത്ത് മിക്ക പിള്ളേരുമൊക്കെ കാണും. പക്ഷേ നമ്മളൊക്കെ പഠിച്ചു, വലിയ മിടുക്കരായി കഴിഞ്ഞാൽ കേരളം പറ്റത്തില്ല. കേരളത്തിൻ്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. മിടുക്കരായാൽ ആദ്യം മുംബൈക്കൊരു ചാട്ടമാണ്, അവിടെ നിന്ന് പിന്നെ ഒരു പോൾ വോൾട്ട്, പിന്നെ ഗൾഫാണ് അടുത്തത്, പിന്നെ അയർലൻഡ്, അമേരിക്ക, UK വരുന്ന വാക്കിൽ. അല്ല, ഇവിടെ ഒന്നും പോകരുതൊന്നും അല്ല എൻ്റെ വാദം. അവിടെയാണോ ദൈവം വിളിച്ചത്, അവിടെയാണോ കർത്താവ് അയക്കുന്നത്, ഈ അപ്പനെ അമ്മ മറക്കരുത്. അവരെ കൂടെ കൊണ്ടുപോകും. അവരെ ശുശ്രൂഷിക്കുന്നത് ആത്മീകമാണ് എന്ന കാര്യം പഠിക്കണം. അല്ലാതെ ഞാനിങ്ങനെ പാട്ട് പാടുമ്പോൾ ചാടി എന്ന ആത്മീയമല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. യേശുവിനെ അനുഗമിക്കുന്നതാണ് ആത്മീയം. മക്കളെ, മനസ്സിലായോ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അതാണ് നമ്മൾ 51-ാം വാക്യം. Then he went down to Nazareth with them and was obedient to them, but his mother treasured all these things in her heart. ആവർത്തിച്ച് മേരിയെക്കുറിച്ച് പറയാ. She treasured what, Mary? Oh, I treasured the way he was talking. He was calling God his heavenly Father. അതിനൊക്കെ ഭയങ്കര അർത്ഥഗാംഭീര്യമുണ്ട് കേട്ടോ. ലോകത്തിലാരും എൻ്റെ പിതാവെന്ന് ദൈവത്തെ വിളിച്ചിട്ടില്ല. യഹൂദന്മാർ പിതാവെന്ന നിലയിൽ, ദൈവം സകലത്തെയും സൃഷ്ടിച്ചവരെന്ന നിലയിൽ ഗോഡ്സ് ഫാദർഹുഡ് അംഗീകരിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പിതാവെന്ന നിലയിൽ സമൂഹമായിട്ട് യെസ്, പക്ഷേ സ്വന്തമായി മൈ ഫാദർ. മേരി ട്രഷേർഡ് എന്ന് പറഞ്ഞാൽ ട്രഷർ പോലെ ഉള്ളത്തിലത് വിട്ടുപോത്തില്ല. മേരി നമ്മളെപ്പോലെ കുറിപ്പെഴുതിയിട്ട് ദൂരക്കളയല്ല, ഹൃദയത്തിനകത്തത് താലോലിക്കുകയാണ്. ജീസസിൻ്റെ ആ വാക്കുണ്ടല്ലോ, ആ 49-ാമത്തെ വാക്യം, നെക്സ്റ്റ് വീക്ക് വി മസ്റ്റ് ഡ്വൽ ഓൺ ദാറ്റ്. അതൊക്കെ ഭയങ്കരമാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം. നമ്മൾ മക്കൾ, യേശു മക്കൾ, അങ്ങനെ ഒരാളല്ല. സൺ ഓഫ് ഗോഡ് എന്ന ടൈറ്റിലിൽ നമ്മുടെ മക്കളായ ആ ഒരു ടൈറ്റിലല്ല. യേശുവും പിതാവും തമ്മിൽ ഒരു യുണീക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പിതാവിനോട് തുല്യനാണ്. സമയം നമ്മുടെ ഒത്തിരി കഴിഞ്ഞു പോയി കേട്ടോ. ഒത്തിരി റെഫറൻസ് ചെയ്യാൻ തരാം. യഹൂദന്മാരെ ഏറ്റവും ചൊടിപ്പിച്ച കാര്യം, യേശു പിതാവാം ദൈവത്തെ
എൻ്റെ പിതാവ് എന്ന് വിളിച്ച സന്ദർഭങ്ങളാണ്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചവർക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17, 18 ഈ വാക്യങ്ങളിലൊക്കെ അത് ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അന്ന് മുതലാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിന് എതിരാളികൾ തന്നെ കൊല്ലുവാൻ വരെ നോക്കുന്നത്. കാരണം ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. He was calling God as his father in a unique sense. In a unique sense. ആ അർത്ഥത്തിലാണ് സൺ ഓഫ് ഗോഡ് എന്ന ടൈറ്റില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ മക്കളായതുപോലെ ഉള്ള ഒരു മകൻ എന്ന അർത്ഥത്തിലല്ല. യേശുവിനെ ക്രൂശിക്കാൻ കാരണം എന്താ? He blasphemed. എന്താ? He called himself son of God എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പിതാവിനോട് തുല്യനായി. അത് യഹൂദന് മനസ്സിലായി. Mary treasured it in her heart. എന്നിട്ട് 52-ൽ and Jesus grew in wisdom and stature and in favor with God and man. 40-ാം വാക്യത്തിൽ the grace of God was on him. ഇവിടെ in favor with God and man, സമൂഹത്തിൽ പോലും റെസ്പെക്റ്റ് യേശുവിനുണ്ടായി. In favor with man because of his godly life. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പോകുക.